ഫാഷൻ ലോകത്ത് തിളങ്ങാൻ നിങ്ങൾ തയ്യാറാണോ? ഇനി കുറച്ച് സമയം മാത്രം മതി, നിങ്ങൾക്കും ഫാഷൻ ഡിസൈനർ ആവാം. UGC അംഗീകൃത യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റിനോടൊപ്പം പുതിയ കാലഘട്ടം ആവശ്യമാക്കുന്ന AI ഫാഷൻ ഡിസൈനിങ്ങും പഠിക്കാം. സ്കിൽഷോറിൽ നിന്നും ഇൻഡസ്ട്രി റെലവൻറ്റ് കോഴ്സുകൾ, അതും കുറഞ്ഞ ഫീസിൽ. നിങ്ങളുടെ കഴിവുകളും കലാപരമായ സ്വപ്നങ്ങളും ഒത്തുചേർന്ന് നിങ്ങളുടെ ഫാഷൻ കരിയർ ആരംഭിക്കാം. ഇതാണ് അവസരം, ഇനി വൈകരുത്. ഇന്ന് തന്നെ സ്കിൽഷോറിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ഡിസൈനിങ് യാത്ര തുടങ്ങൂ. ഹായ് സ്റ്റുഡൻസ്, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബിബ് എങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളതും സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതും നോക്കി. ഇനി ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ബേബി ചെസ്റ്റ് കവറാണ്. ഇത് ഈ ന്യൂ ബോൺ ബേബീസ് യൂസ് ചെയ്യുന്ന ഗാർമെൻ്റ് ആണ്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഇവിടെ ചെറിയൊരു കട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗാർമെൻറ്റ്, അതാണ് നമ്മൾ ബേബി ചെസ്റ്റ് കവർ എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ കട്ട് ചെയ്യാം എന്നുള്ളതും സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതും നോക്കാം. നമുക്ക് ബേബി ചെസ്റ്റ് കവർ എങ്ങനെ കട്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബിബ് കട്ട് ചെയ്യുന്നതിന് 4 ഫോൾഡ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തത്. ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യേണ്ടത്. ആദ്യം 4 ഫോൾഡ് ചെയ്യണം, ഫാബ്രിക്കിന് 4 ഫോൾഡ് ചെയ്യണം. ഓക്കെ, ഇനി ഇത് ഒന്നും കൂടെ ഫോൾഡ് ചെയ്യണം. ഈ രീതിയിൽ 4 ഫോൾഡ് ചെയ്തെടുക്കാം. കാണാലോ, ഈ രീതിയിൽ 4 ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി സ്കെയിലൊക്കെ യൂസ് ചെയ്തിട്ട് ഫാബ്രിക് ആദ്യം കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി പിൻസ് യൂസ് ചെയ്യാം. മുന്നത്തെ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രാഫ്റ്റിംഗ് തുടങ്ങാം. ഇതിൻ്റെ ഫുൾ ലെങ്ത് വരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ 12 ഇഞ്ചാണ്. അപ്പോൾ ആദ്യം നമ്മൾ 1/2 ഇഞ്ച് ലീവ് ചെയ്യാം. ഇനി ഫുൾ ലെങ്ത് എടുക്കുക. ഫുൾ ലെങ്ത് വരുന്നത് 12 ഇഞ്ചാണ്. അപ്പം നമ്മളിപ്പോൾ ഈ 1/2 ഇഞ്ച് ലീവ് ചെയ്ത ഈ ഒരു പോർഷനിൽ നിന്നും ലെങ്ത്ത് 12 ഇഞ്ച് എടുക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നെക്ക് എടുക്കാം. നമുക്ക് നെക്ക് വരുന്നത് 2.5 ഇഞ്ചാണ്. ഇത് ചെറിയ കുട്ടികൾക്കല്ലേ, അപ്പം അധികമൊന്നും വേണ്ട. നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് 2.5 ഇഞ്ചാണ്. ഈ പോയിന്റിൽ നിന്ന് നേരെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യും. രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടിരുന്നത്. ഇനി ലെങ്ത് വരുന്നത് 2 ഇഞ്ചാണ്. അപ്പോൾ ഈ പോയിന്റിൽ നിന്നും താഴോട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യും. നമ്മളിവിടെ 2.5 എടുത്തു, ഇവിടെ 2 എടുത്തു. ഇനി സ്ക്വയർ ആയിട്ട് വരക്കാം. ഇനി ഫ്രഞ്ച് കർവ് യൂസ് ചെയ്തിട്ട് നമുക്ക് നെക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ രീതിയിൽ നെക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ടോട്ടൽ ചെസ്റ്റ് റൗണ്ട് വരുന്നത് 18 ഇഞ്ചാണ്. ഇപ്പോൾ ഫാബ്രിക്കിനിപ്പം, അതായത് ഒരു ആളുടെ മേത്ത് നമ്മൾ മെഷർമെൻ്റ് എടുക്കുകയാണെങ്കിൽ ടോട്ടൽ വരുന്നതാണ് 18 ഇഞ്ച്. ഓക്കെ, അപ്പോൾ ആ 18 ഇഞ്ചിനെ നമുക്ക് നമ്മൾ ഫാബ്രിക് 4 ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ 4 ഡിവൈഡ് ചെയ്യണം. 18/4. അപ്പോൾ നമുക്ക് 4.5 കിട്ടും. അതാണ് നമ്മുടെ ചെസ്റ്റ് റൗണ്ട് വരുന്നത്. അപ്പോൾ ചെസ്റ്റ് റൗണ്ട് നമ്മൾ വരയ്ക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ചെസ്റ്റ് ലൈൻ ചെയ്യണം. ചെസ്റ്റ് ലൈൻ വരുന്നത് ഈ 0-യിൽ നിന്നും താഴത്തോട്ട് 5 ഇഞ്ച് എടുക്കുക. സീറോ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും, സീറോ എന്ന് മീൻസ് ഈ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് കേട്ടോ. ഈ പോയിന്റിൽ നിന്നും നേരെ 5 ഇഞ്ച് ലെങ്ത് വൈസ് എടുക്കുക. ഇനി നമുക്ക് ചെസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തണം. അതിനു വേണ്ടിയാണ് നമ്മൾ 18-നെ 4 ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 4.5 കിട്ടും. അത് മാർക്ക് ചെയ്യുക. ഈ ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും.
നമുക്ക് ഫാബ്രിക്കിൽ നമ്മൾ ഈ ഗാർമെൻറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പം അതിലേക്ക് നമ്മൾ കെട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു വള്ളി കൊടുക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടി നമുക്ക് ഇവിടെ ഒരു ഷോൾഡർ ഒരു 1 ഇഞ്ച് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഒരു ഷോൾഡർ ഈ നെക്കിൻ്റെ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച് കൊടുക്കുക. ഈ പോയിന്റ് ഇതുപോലെ നേരെ സ്ട്രൈറ്റ് ആയിട്ട് വരയ്ക്കുക. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് നമ്മുടെ ആം ഹോൾ വരച്ചു കൊടുക്കാം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ബോട്ടം വിഡ്ത്ത് വരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് എത്രയാണ്? 4.5 ആണ്. അപ്പോൾ ഇവിടെയും 4.5 എടുക്കുക. 4.5 എടുക്കുക. ഈ പോർഷനിലും 4.5 എടുക്കുക. ഇനി ഈ ലൈൻ ജോയിൻ ചെയ്യിക്കുക. അതിനുശേഷം ഈ പോയിന്റും സ്ട്രെയിറ്റ് ആയിട്ട് ജോയിൻ ചെയ്യിക്കുക. സ്ട്രെയിറ്റ് ആയിട്ടാണ് വരിക, കാരണം ഇവിടെയും 4.5 ആണ്, ഇവിടെയും 4.5 ആണ്. ഓക്കെ ആയില്ലേ? ഓക്കെ, ഇനി നമുക്കിതിലേക്ക് സീം അലവൻസ്, അതായത് തയ്യൽ തുമ്പ് ആഡ് ചെയ്യണം. ഇതിപ്പോൾ കറക്റ്റ് ഒരു ഫാബ്രിക് ആണ്, ഇത് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? തയ്യൽ തുമ്പ് ആഡ് ചെയ്യണം. അപ്പം നമുക്ക് നെക്കിൻ്റെ ഇവിടെ വരുന്നത് 1/4 ഇഞ്ചും ഷോൾഡറിൽ വരുന്നത് 1/2 ഇഞ്ചും ആം ഹോളിൽ വരുന്നത് 1/4 ഇഞ്ച്, സൈഡ് 1 ഇഞ്ച്, ബോട്ടം സൈഡ് 1 ഇഞ്ച്. നമുക്ക് ആ രീതിയിൽ സീം അലവൻസ് കൊടുക്കാം. നമുക്ക് 1/4 ഇഞ്ച് കൊടുക്കാം. ഈ രീതിയിൽ ഇങ്ങനെ നെക്കിൻ്റെ ഷേപ്പിനനുസരിച്ച് ടാപ്പ് പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ കറക്റ്റ് 1/2 ഇഞ്ച് വരും. ഈ ആം ഹോളിൻ്റെ അവിടെയും നമുക്ക് 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. നമ്മൾ ഈ നേരത്തെ വരച്ച ഈ ലൈൻ ഇങ്ങോട്ടേക്കാണ് 1 ഇഞ്ച് എടുക്കുന്നത് കേട്ടോ. ഇനി ബോട്ടം പോർഷനിലും 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. നമുക്കിനി പോയിന്റ്സ് ഒന്ന് ജോയിൻ ചെയ്യിപ്പിച്ചെടുക്കാം. ഇനി ഇതൊന്ന് ഫ്രീ ഹാൻഡായിട്ട് ഇങ്ങനെ ഈ രീതിയിൽ ഓക്കെ. ഇത് നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ബോട്ടം പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. നമ്മളെപ്പോഴും ഈ സീം കൊടുത്ത ഈ ഒരു പോർഷൻ വേണം കട്ട് ചെയ്യാൻ, അതായത് തയ്യൽ തുമ്പ്. ഇതിലൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് കാണുന്ന ഈ ലൈനിലൂടെയാണ് നമ്മൾ സ്റ്റിച്ചിങ് പോകേണ്ടത്. ഓക്കെ, ഇത് നമ്മളുടെ ഈ ഒരു സീം തയ്യൽ തുമ്പ് നമ്മൾ ഈ ഒരു പോർഷനിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്.
ഓക്കെ, നമുക്ക് നമ്മുടെ ബേബി ചെസ്റ്റ് കവറിൻ്റെ ഫ്രണ്ടും ബാക്കും കിട്ടും. ഓക്കെ, 2 പോർഷനായിട്ട് കിട്ടിയിട്ടുണ്ട്, ഫ്രണ്ട് ബാക്ക്. ഓക്കെ അല്ലേ? ഇനി ഇതിലേക്ക് നമുക്കിവിടെ നോട്ട് ചെയ്യുന്നതിന് വേണ്ടി 2 പീസ് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം. അത് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യും. ചെറിയ പീസ് മതി കേട്ടോ, ഒരു ഫാബ്രിക്കിൽ നിന്ന് തന്നെ കട്ട് ചെയ്യും. രണ്ട് ഇഞ്ച് വിടുത്തും 5 ഇഞ്ച് ലെങ്ത്തും കൊടുത്താൽ മതി. ഈ സൈഡും 2 ഇഞ്ച് വിടുത്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഇത് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ രീതി ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2 പീസ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഇവിടെ ടോട്ടൽ നമുക്ക് വേണ്ടത് 4 പീസാണ്. ഈ രീതി ആദ്യം ഫാബ്രിക്കിനെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഈ സൈഡ് 2 ഇഞ്ചും ലെങ്ത്ത് വരുന്നത് 5 ഇഞ്ചുമാണ്. ഇത് കറക്റ്റ് എടുക്കുക. സൈഡിന് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ സെൻറ്റർ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫാബ്രിക് കറക്റ്റാക്കി പിടിച്ചതിന് ശേഷം സെൻറ്റർ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് 2 ഫാബ്രിക് കിട്ടി. ഇനി ഇതുപോലത്തെ ഒന്നും കൂടി കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ? അതുപോലത്തെ ഒരു പീസും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഈ ഫാബ്രിക്കിനെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് രണ്ട് ഇഞ്ച് വിടുത്തും കറക്റ്റ് 2 ഇഞ്ച് വിടുത്തും 5 ഇഞ്ച് ലെങ്ത്തും ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, നമ്മുടെ ബേബി ചെസ്റ്റ് കവറിൻ്റെ ഫാബ്രിക് ഫുള്ളും നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തു. ഫ്രണ്ടും ബാക്കും ഓക്കെ അല്ലേ?